പാഠം 822. ജയിക്കാനായി ജനിച്ചവർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം മറികടന്ന് വിവിധ വകുപ്പുകളിൽ കൂട്ടസ്ഥലം മാറ്റം. സ്ഥലം മാറ്റം കിട്ടിയവർ ഭരണകക്ഷിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് ആരോപണം കിട്ടിയിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളി സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. എന്താ മോഹനേട്ടാ, എന്തോ കാര്യമായിട്ടുള്ള വാർത്തയാണല്ലോ. ഇത് കണ്ടോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ ഒരൊറ്റ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ പാടില്ല എന്നാണ് ചട്ടം. അത് മറികടന്ന് കുറെ പേരെ സർക്കാർ സ്ഥലം മാറ്റിയെന്ന്. ആ സ്ഥലം മാറ്റത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തെ. അതെ, ഒരു ഭയങ്കര സംഭവം ഉണ്ടായി മോഹനേട്ടാ. സപ്ലൈ ഓഫീസിലെ പത്മനാഭ സാറിനെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റിയ കാര്യം മോഹനേട്ടനോട് പറഞ്ഞില്ലായിരുന്നോ? ആ മോഹനേട്ടൻ അന്ന് എന്നോട് പറഞ്ഞതെന്താ, സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് പത്മനാഭ സാറ്, സാറിന് സ്ഥലം മാറ്റം കിട്ടിപ്പോയത് ഈ നാട്ടുകാർക്കൊക്കെ ഒരു വലിയ നഷ്ടമായി പോയിന്ന്. അതെ, അതൊരു സത്യമാണ്. 1 രൂപ പോലും കൈക്കൂലി വാങ്ങാത്തൊരു മാന്യനാണ് പത്മനാഭൻ സാർ. ഓഫീസിൽ ചെല്ലുന്നവരോട് കാര്യങ്ങൾ കൃത്യമായി ചോദിക്കും. പറഞ്ഞു വരുമ്പോ എന്നെ പോലെ തന്നെയാണ് സാറ് എന്ന് പറയേണ്ടി വരും. എന്റെ മോനട്ടാ, അറിയാതെ പോലും അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. പത്മനാഭ സാറ് കൈക്കൂലി വാങ്ങില്ല, ജോലി കൃത്യമായിട്ട് ചെയ്യുമെന്നെല്ലാം പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷെ മാന്യനാണ് എന്ന് പറഞ്ഞതേ പൊട്ടത്തെറ്റാണ്. പത്മനാഭ സാറിന്റെ ഭാര്യ ഗോമതി ടീച്ചറിനെ മോഹനേട്ടൻ അറിഞ്ഞൂടെ? അറിയാം. അവരും ഒരു നല്ല സ്ത്രീയാണ്. അതെ, അവർക്ക് 2 മക്കളും ഉണ്ട്. അതുകൊണ്ടെന്താ മോഹനേട്ടാ, ഈ പത്മനാഭ സാറിന് വേറൊരു ഭാര്യയും കൂടി ഉണ്ട്. മോഹനേട്ട ഞെട്ടി. വിദ്യാലക്ഷ്മി ഇക്കാര്യം പറഞ്ഞപ്പോഴേ ഞാനും ഇതുപോലെ തന്നെ ഞെട്ടി. പക്ഷെ സത്യം മോഹനേട്ടാ, പത്മനാഭ സാറിന് കോഴിക്കോട് വേറൊരു ഭാര്യയും ആ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട്. അവരുടെ നിർബന്ധം സഹിക്കാതെ വന്നപ്പോ പത്മനാഭ സാറ് സ്ഥലം മാറ്റം ചോദിച്ചു വാങ്ങി അങ്ങോട്ട് പോയതാണ്. ഞാൻ വിശ്വസിക്കില്ല. ശുദ്ധ അസംബന്ധം. സത്യാണ് മോനട്ടാ. ഞാൻ കണ്ടൊന്നുമില്ല. നാട്ടുകാർ മുഴുവൻ സംഭവം അറിഞ്ഞു കഴിഞ്ഞു മോനട്ടാ. ഒന്നുമില്ലാതെ ആളുകൾ ഇങ്ങനെ പറയൂ. ആളുകൾ പറയും. അതൊന്നും നമ്മൾ വിശ്വസിച്ചില്ലായിരുന്നു. നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ വിശ്വസിക്കാവൂ. അല്ലാതെ മാന്യന്മാരെ പറ്റി എന്തെങ്കിലും അങ്ങ് കേൾക്കുന്ന പടം വിശ്വസിച്ചളയരുത്. വെറുതെ ആരും ഇങ്ങനെയൊന്നും പറയില്ല. എനിക്ക് ഉറപ്പാ അത് സത്യമാണ്. കാണാത്ത ഒരു കാര്യം നീ എങ്ങനെ വിശ്വസിക്കും? മോഹനയുടെ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെന്ത് വിശ്വാസത്തിലാണ് ദിവസവും രാവിലെ 10-15 മിനിറ്റ് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ടാണ് പത്മനാഭ സാറിന്റെ കാര്യം പറയുമ്പോ ദൈവത്തിന്റെ കാര്യത്തിന് പറഞ്ഞേ. കേട്ടറിഞ്ഞാലും നമുക്ക് വിശ്വസിക്കാം മോഹനേട്ടാ. പത്മനാഭ സാറിന്റെ കാര്യത്തിൽ കേട്ടതല്ല സത്യമാണെന്ന് എനിക്ക് എന്തായാലും ഉറപ്പുണ്ട്. പത്മനാഭൻ സാറ് സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെയുള്ളവർക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നിരിക്കും. നിന്നെപ്പോലുള്ളവർ ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞെന്നിരിക്കും. നിന്നെപ്പോലുള്ളവർ അത് കേട്ടപാടെ അവഗണിച്ച് കളയാണ് വേണ്ടത്. ഇതൊരു ശത്രുവും പറഞ്ഞു വരുത്തല്ല മോഹനേട്ടാ. പത്മനാഭ സാറിന് വളരെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ സംഭവം പുറത്തുവിട്ടത്. അവരൊക്കെ പത്മനാഭൻ സാറിന് വേണ്ടപ്പെട്ടവരാണെന്ന് ആര് പറഞ്ഞു? അതൊക്കെ ശത്രുക്കളാണ്. ഓ ശരി, സത്യസന്ധനായ പത്മനാഭ സാറിനെ ആക്ഷേപിക്കാൻ ആരോ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നെ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ മോഹനേട്ടൻ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനല്ലേ? മോഹനേട്ടനെ പറ്റി ആരും ഒന്നും പറയാറില്ലല്ലോ. ഞാനൊരു പിശുക്കനാണ്, എടുത്തിയാട്ടക്കാരാണ് എന്നൊക്കെ ആളുകൾ പറയാറില്ലേ? അതിലെന്താ ഒരു തെറ്റ്? അതല്ലേ, അത് തെറ്റാണ്. എന്റെ ശത്രുക്കൾ എന്നെ തോൽപ്പിക്കാനായി വേറെ ഒരു വഴിയും കാണാതെ വന്നപ്പോ പറഞ്ഞു വരുത്തിയതാണ് അതും. എന്നെ എങ്ങനെയെങ്കിലും നാണം കെടുത്തണമെന്ന് ആഗ്രഹമുള്ള നിന്നെ പോലെ അവർ ഏറ്റുപിടിക്കും. ഞാൻ നിന്റെ ഭർത്താവാണ്. എന്നെ പറ്റി ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കേണ്ട കാര്യം നിനക്കുണ്ടോ? ഇല്ല. കാരണം
നിനക്ക് എന്നെ നേരിട്ടറിയാം. നിനക്ക് നേരിട്ടറിയാത്ത എന്ത് കാര്യം എന്നെ പറ്റി പറഞ്ഞാലും നീ അത് ശ്രദ്ധിക്കരുത്. അങ്ങനെയാണ്. അതെ. ഓ, നിന്നെ പോലുള്ള ഞരമ്പ് രോഗികൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ടാൽ ഉടനെ അത് നാട്ടുകാരുടെ മുന്നിൽ പോയി വിളമ്പണം. അത് ഒരു വൃത്തിയുടെ ശീലമാണ്. ഇതിനെതിരാണ് മോഹനേട്ടൻ ഇങ്ങനെ ചൂടാവുന്നത്. എങ്ങനെയായിരിക്കും? പത്രത്തിൽ അന്യായമായ സ്ഥലമാറ്റത്തെ പറ്റി ഒരു വാർത്ത കണ്ടപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തതിന് പകരം നീ എന്താ ചെയ്തത്? പത്മനാഭൻ സാറിന്റെ സ്ഥലം മാറ്റത്തിന് പിന്നിൽ ഒരു കഥയങ്ങ് കണ്ടുപിടിച്ചു കളഞ്ഞു. ഇങ്ങനെ മറ്റൊരാൾ പറയുന്നത് വെള്ളം തുടങ്ങാതെ മെഴുകുന്ന നിങ്ങളെയൊക്കെ പിടിച്ച് പൂട്ടിയിടണം. ശരി, ഇനി മേലിൽ എനിക്ക് നേരിട്ട് ബോധ്യമല്ലാത്തതൊന്നും ഞാൻ പറയില്ല. പോരെ, ഫോൺ എടുക്ക. എനിക്ക് സൗകര്യമില്ല. വഴക്കിനൊരു കാറ് നോക്കിയിരിക്കുന്നതോട് വേറെന്ത് പറയാൻ? ഹലോ, വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണ സാറിന്റെ വീടല്ലേ? അതെ. എന്റെ പേര് ദാസപ്പൻ. സാറുണ്ടോ? ആ, ഉണ്ട്. ഈ സംസാരിക്കുന്നത് സാറിന്റെ ഭാര്യയാണോ? അതെ. ഞാൻ കേട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് സത്യഭാമയല്ലേ? അതെ. വക്കീലെ, സാറിനോട് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് വക്കീലിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ മോഹനകൃഷ്ണ സാറ് ആളെങ്ങനെ? എന്നുവെച്ചാ? അല്ല, ഈ സാധാരണ വില്ലേജ് ഓഫീസർമാരെ പോലെ തന്നെയാണോ? ആ, 2 കാലുണ്ട്, 2 കൈയുണ്ട്, 2 കണ്ണ്, 2 ചെവി, മൂക്ക് എല്ലാം ഉണ്ടല്ലോ. അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെന്താ? ആളിന്റെ സ്വഭാവമാണ്. കൈക്കൂലി വാങ്ങുന്ന ആളാണോ? അയ്യോ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അല്ല, സാറ് കൈക്കൂലി വാങ്ങുമെങ്കിൽ വക്കീൽ അറിയാതിരിക്കില്ലല്ലോ. എങ്ങനെയാ വക്കീലെ, കാശ് വാങ്ങും? എനിക്കതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. നിങ്ങള് ഒന്ന് കൊടുത്തു നോക്കൂ. അല്ല, അത് പ്രശ്നമാവോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അപ്പോ ധൈര്യമായി കൊടുക്കാല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നിങ്ങളുടെ സമയം പോലെ ഇരിക്കും. ഓ, ശരി വക്കീലെ. ഓ, ആരായിരുന്നു? ആ, ഒരു ദാസപ്പൻ. മോഹനടനെ അന്വേഷിച്ചത്. വില്ലേജ് ഓഫീസിൽ എന്തോ കാര്യത്തിനായിട്ടാ വിളിച്ചത്. ആഹാ, എന്നിട്ട് ഫോൺ തരായിരുന്നു? തരാൻ അയാൾ എന്നോട് പറഞ്ഞില്ല. അയാൾക്ക് അറിയേണ്ടത് മോഹനയുടെ കൈക്കൂലി വാങ്ങുമില്ലോ എന്നായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടെന്ന്. മോഹനകൃഷ്ണ സാർ കൈക്കൂലി വാങ്ങില്ല എന്നുള്ളത് ഈ നാട്ടുകാർക്ക് കൂടെ അറിയാമല്ലോ. അങ്ങനെ നാട്ടുകാര് പറയുന്നതെല്ലാം വിശ്വസിക്കുന്നത് ശരിയാണോ മോഹനേട്ടാ? നമുക്ക് നേരിട്ട് കേട്ടറിവില്ലാത്ത ഒരു കാര്യം നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നിനക്ക് നേരിട്ടറിയാമല്ലോ ഞാൻ കൈക്കൂലി വാങ്ങില്ല എന്നുള്ളത്. എനിക്കത് അറിഞ്ഞൂടല്ലോ. മോഹനേട്ടൻ കൈക്കൂലി വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള സത്യം തന്നെയാ. പക്ഷെ ഞാൻ കാണാതെ മോഹനേട്ടൻ കൈക്കൂലി വാങ്ങുന്നുണ്ടോ എന്നത് ഞാൻ അറിയും. നീ ആ പറഞ്ഞ വൃത്തികേടാണ്. അല്ല, ഞാൻ എന്റെ ഭർത്താവിന്റെ നിർദ്ദേശം അപ്പാടെ അനുസരിക്കുന്നു. നമുക്കറിയാത്തൊന്നും പറയാതിരിക്കുക. മോഹനേട്ടൻ കൈക്കൂലി വാങ്ങുമെന്ന് ഞാൻ പറഞ്ഞു, കാരണം ഞാൻ കണ്ടിട്ടില്ല. കൈക്കൂലി വാങ്ങില്ല എന്നും എങ്ങനെ പറയാൻ പറ്റും? ഞാൻ അറിയാതെ മോഹനേട്ടൻ കൈക്കൂലി വാങ്ങുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയില്ലേ? അതുകൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു കൈക്കൂലി കൊടുത്തു നോക്കൂ എന്ന്. കൊടുത്തു നോക്കുമ്പോ അറിയാലോ വാങ്ങുവോ ഇല്ലയോ എന്ന്. സാധാരണ സ്ത്രീകൾ അവരുടെ ഭർത്താവിനെ പറ്റി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നല്ലത് മാത്രമേ പറയൂ. കൈക്കൂലി വാങ്ങുന്ന ഒരാളുടെ ഭാര്യ പോലും ഭർത്താവ് കൈക്കൂലിക്കാരനാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പറയില്ല. നീയോ? നിനക്ക് പരിചയം പോലുമില്ലാത്ത ഒരാളെ വിളിച്ച് ഞാനൊരു അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന് മോഹനേട്ടൻ തന്നെ അറിയാം. ഞാൻ പറഞ്ഞാലൊന്നും മോഹനേട്ടൻ തന്നെ കേട്ടില്ലായിരുന്നു. അർത്ഥസത്യം പറയുന്നത് നുണ പറയുന്നതിനേക്കാൾ വലിയ തെറ്റാണെന്ന് നിനക്കറിയാലോ. മോഹനേട്ടൻ തന്നെ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മാറ്റി പറയരുത്. പത്രത്തിൽ ഏതോ ഒരു വാർത്ത കണ്ടപ്പോ ഒരു കാര്യമില്ലാതെ മോഹനേട്ടൻ തുടങ്ങിയൊരു വഴക്കാണ് ഇത്. അപ്പൊ പറയുന്നല്ല മോഹനേട്ടൻ ഇപ്പൊ പറയുന്നത്. മോഹനേട്ടൻ കൈക്കൂലിക്കാരനാണെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? അതുപോലല്ലോ, നീ എന്റെ ഭാര്യയാണ്.
ഭാര്യ ഭർത്താവിനെ പറ്റി സംശയകരമായ ഒരു കാര്യം പറഞ്ഞാൽ തന്നെ നാട്ടുകാർ വിശ്വസിക്കില്ലേ? നീ ഇപ്പൊ കാണിച്ചത് ശുദ്ധവൃത്തികളാണ്. ഭർത്താവ് പറയുന്നത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നോക്കിയതാണോ ഞാൻ ചെയ്തൊരു തെറ്റ്? നിനക്ക് അസൂയാണ്. നാട്ടുകാർ മുഴുവൻ എന്നെ പറ്റി നല്ലത് പറയുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നതുകൊണ്ടുള്ള അസൂയ. പോട്ടെ, ഒരു കാര്യം മനസ്സിലായിക്കോ, ഞാൻ ഒരു കൈക്കൂലിക്കാരനാണ് എന്ന് നീ എന്നല്ല സാക്ഷാൽ ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും നമ്മുടെ നാട്ടിൽ ആരും അത് വിശ്വസിക്കില്ല. കാരണം കെ മോഹൻ റെഡ്ഡി സാറിനെ നാട്ടുകാർക്ക് മുഴുവൻ നന്നായിട്ട് അറിയാം. പിന്നെന്താ പ്രശ്നം? പ്രശ്നമുണ്ടല്ലോ. ഭാര്യയും ഭർത്താവും ആവുമ്പോ പരസ്പരം വഴക്കൊക്കെ ഉണ്ടാവും. പക്ഷേ മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത ആളോട് മോശപ്പെട്ട കാര്യങ്ങൾ പറയാൻ പാടില്ല. നീ ഇപ്പൊ ഏതോ ഒരു ദാസപ്പനോട് ഒരു കാര്യവുമില്ലാത്ത അനാവശ്യം പറയുകയായിരുന്നു. അതിന് നീ എത്ര ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. വക്കീലേ, ഉത്തമനോട് പോയി എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷേ ഞാനൊരു കൈക്കൂലിക്കാരനാണെന്ന് നീ ഉത്തമനോട് പറഞ്ഞാൽ നിനക്ക് ഭ്രാന്താണെന്ന് ഉത്തമൻ പറയും. ഞാൻ ആരാണെന്ന് നിന്നേക്കാൾ നന്നായി ഉത്തമൻ അറിയാം. മോഹനേട്ടാ, ഞാൻ ഇപ്പോഴും പറയുന്നു, മോഹനേട്ടന് കൈക്കൂലി വാങ്ങുമെന്ന് ദാസപ്പനോട് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം മോഹനേട്ടൻ കൈക്കൂലി വാങ്ങുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ. നമസ്കാരം വക്കീലേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്റെ വിശേഷം തിരക്കി ഇറങ്ങിയതാണ് ഉത്തമൻ. അല്ല, കണ്ടപ്പം വെറുതെ ഒരു കുശലാന്വേഷണം ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. സാർ എന്തേ ഇവിടെ ഇല്ലേ? ഉത്തമൻ എന്നെ കാണാൻ വന്നോ അതോ സാറിനെ കാണാൻ വന്നോ? ഞാൻ വന്ന് വക്കീലിനെ കാണാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ സാറും കൂടെ അറിയേണ്ട കാര്യമായത് കൊണ്ട് സാർ ഇവിടെ ഇല്ലേന്ന് അന്വേഷിച്ചു എന്നുള്ളതേ ഉള്ളൂ. സാർ ഇവിടെ ഉണ്ട്. ഞാൻ ഒരാളുടെ ഫോണിൽ ഒരു സത്യം പറഞ്ഞ എന്റെ ദേഷ്യത്തിലിരിക്കാം. സത്യം പറഞ്ഞൊരു ദേഷ്യോ? ആ, എന്താണ് വക്കീലിന്റെ കാര്യം? ആദ്യം ഉത്തമം വന്ന കാര്യം പറ. പിന്നെ വക്കീലിനെ പ്രഭാര സാർ വിളിച്ചിരുന്ന? ഏത് പ്രഭാര സാർ? നമ്മുടെ കെ പ്രഭാര സാറ്. ആരാ? കെ ഗ്രൂപ്പിലെ പ്രഭാര സാറിനെ വക്കീലിന് അറിഞ്ഞൂടെ? കെ ഗ്രൂപ്പിലെ പ്രഭാര സാറോ? എനിക്കാളെ നേരിട്ട് അറിയില്ല, പക്ഷെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ടൗണിലെ ഏറ്റവും വലിയ ഗ്രൂപ്പില്ലേ അവരുടേത്. അത് എന്നെ ആള്. ആ പ്രഭാര സാറിനെ ഇന്നലെ ഞാൻ കണ്ടു. ആ പ്രഭാര സാറ് എന്റെ കയ്യിൽ നിന്ന് വക്കീലിന്റെ നമ്പർ വാങ്ങിച്ചു. എന്നെ പ്രഭാര സാറേ, സത്യഭാമ വക്കീലിനെ പറ്റി അന്വേഷിക്കുക എന്താണ് ഇരിക്കുന്നത്? വക്കീലൊരു സംഭവമല്ലേ. എനിക്ക് ആ വീടുമായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് പറയുകയാണെന്ന് കരുതണ്ട. ഇത്രയും കാലത്തെ പരിചയത്തിനിടയിൽ ഈ നാട്ടിൽ ഇത്രയും കഴിവുള്ള ഒരു വക്കീലിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാനും കേട്ടു പുള്ളിക്കാരെ കുറിച്ച്. പക്ഷേ വലിയ കേസുകളൊക്കെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ശരിക്കും ഒന്ന് ആലോചിക്കുന്നതാണല്ലോ നല്ലത്. സാറേ, ഇക്കാര്യത്തിൽ ആലോചിക്കാനൊന്നുമില്ല. സാറിന്റെ കേസ് ബാധിക്കാൻ ഈ നാട്ടിൽ ഇതിലും വലിയ വക്കീൽ ഇനിയില്ല. എന്റെ പരിചയക്കാരും അടുപ്പക്കാരുമായിട്ടുള്ളവരുടെ ഒരു 10-15 കേസുകൾ ഇപ്പൊ തന്നെ സത്യഭാമ വക്കീൽ വാദിക്കുന്നുണ്ട്. അതൊക്കെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല. പിന്നെ പുള്ളിക്കാര്യത്തേക്ക് ഒരു കുഴപ്പമുള്ളത്, ഫീസിന്റെ കാര്യത്തിൽ ഭയങ്കര കണിശക്കാരിയാണ്. പറഞ്ഞ ഫീസ് പറഞ്ഞ സമയത്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വക്കീലിന്റെ സ്വഭാവം മാറും. അതൊരു കുറ്റം അല്ലല്ലോ ഉത്തമ. ജോലി കൃത്യമായി ചെയ്തിട്ട് അതിന്റെ കൂലി ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ ഫീസിന് വേണ്ടിയാണല്ലോ അവർ കേസ് വാദിക്കുന്നത്. എന്റെ കേസിൽ ഫീസ് ഒരു പ്രശ്നമേ അല്ല. മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടിയാലേ ഉള്ളൂ. കുറയുന്ന പ്രശ്നമേ ഇല്ല. അല്ല സാറേ, അതെനിക്ക് അറിയാം. അപ്പൊ പിന്നെ ഉത്തമൻ അവരുടെ നമ്പർ ഒന്നതാ. നാളെ തന്നെ ഞാൻ വിളിച്ചു സംസാരിക്കാം. എന്നിട്ട് കേസുകൾ എനിക്ക് പെട്ടെന്ന് നടത്തേണ്ടതാ. പ്രഭാര സാറിന്റെ കേസ് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഉത്തമനെ വിശ്വസിക്കാം? വിശ്വസിക്കണം വക്കീലേ. പ്രഭാകര സാറ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ്. സാർ ഇവിടെ വിളിക്കുന്നതിന് മുമ്പ് എന്റെ നാവ് കൊണ്ട് തന്നെ ഈ സന്തോഷ വാർത്ത പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിരിച്ചോട്ട് പാഞ്ഞു പിടിച്ചോണ്ട് വന്നത്. എന്നാലും ഇതൊരു മഹാഭാഗ്യം തന്നെയാണ്. പിന്നല്ലാതെ അവരുടെ ഒരു കേസ് വാദിക്കാൻ കഴിയാതെ ഒരു മഹാഭാഗ്യം ഉത്തമ. നല്ല കാശല്ലേ കിട്ടാൻ പോണത്. കാശ് മാത്രമല്ലല്ലോ ഉത്തമ കാര്യം. അത്തരം കേസുകൾ വാദിച്ചാലേ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുള്ളൂ. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ 100 കണക്കിന് കേസുകൾ വരില്ലേ? പിന്നെ സാറിനോട് കൂടി സന്തോഷ വാർത്ത പറയണേ വക്കീലേ. പറയണം, പക്ഷെ ഇപ്പൊ പറഞ്ഞ ശരിയാവില്ല. ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ പ്രശ്നം നടന്നോണ്ടിരിക്കുക.
ആദ്യം അത് തീർത്തിട്ട് ഇത് പറയാം. അപ്പൊ ഉത്തം വിട്ടോ. ശരി ശരി ശരി. ആ പിന്നെ ഇതിൽ ചെലവുണ്ട്. വക്കാലത്ത് ഒപ്പിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ചെലവ് നടത്തിയിരിക്കും. അത് മതി. ആ പിന്നെ സാറ് ഞാൻ പ്രത്യേകം അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്കണേ. ഓ ശരി. ശരി ശരി. അങ്ങനെ സത്യഭാമ വളർന്നു വളർന്ന് നാട്ടിലെ വലിയൊരു വക്കീലായിക്കൊണ്ടിരിക്കുക. ഇത്രയോടൊന്ന് റെഡി ആയി കഴിഞ്ഞോ? ഞാനിതുവരെ കഴിക്കാനെടുത്ത് വെച്ചല്ലോ മോനട്ടാ. എനിക്ക് വേണ്ട. വേണ്ടേ? വേണ്ട. ഭർത്താവിനെ പറ്റി അപവാദം പറയുന്ന ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ത് ധൈര്യത്തിലാണ് കഴിക്കേണ്ടത്? എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമല്ല. ഈ മോനട്ടിന്റെ ഒരു കാര്യം, ഒരു വാക്ക് തർക്കം ഉണ്ടാവും ജയിക്കാനായി ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. അതിന്റെ പേര് മോനട്ടൻ ഇവിടെ നിന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞാലോ? എത്ര ദിവസത്തേക്കാ? എനിക്ക് മനസ്സുള്ളവരെ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ മോനട്ടാ? ഉണ്ട്. ഇനി നീ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത തെറ്റിന് നീ മാപ്പ് പറയണം. അതിന് ഞാനത് തെറ്റാണ് ചെയ്തത്. അതിന് ഞാൻ പറഞ്ഞോ. പക്ഷേ ഭാമേ, നീ നോക്കിക്കോ, ഇപ്പൊ നീ ചെയ്ത തെറ്റിന് നീ അനുഭവിക്കും. ഓ അതൊക്കെ അവിടെ നിക്കട്ടെ. ഇപ്പൊ ഞാൻ പോയി കഴിക്കാൻ എടുത്ത് വെക്കാം. അത് കഴിച്ചിട്ട് ഇന്ന് എന്റെ മോനോട്ട് പോയാൽ മതി. മോനോട്ട് വേണ്ടല്ലേ ഞാൻ ഇതെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത്തരം സോപ്പിടൽ കൊണ്ടൊന്നും ഈ പ്രശ്നം തീരില്ല. രാവിലെ ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോയി കഴിച്ചോളാം. ഉച്ചക്ക് വിജയന്റെ ഹോട്ടലിൽ നിന്നും അത്താഴം എവിടെയെങ്കിലും വാങ്ങി പോയി കഴിച്ചോളാം. മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. അല്ല പാവം, അത്രയ്ക്ക് വേണ്ടായിരുന്നു. സാരമില്ല, എന്റെ മോനോട്ട് സോപ്പിടാനാണോ പാട്? അതെ അതെ, സംഗതി ശരിയാണ്. ഞാനും അതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ സാറിനെ പോലൊരാൾ എന്നോടൊരു കാര്യം ചോദിക്കുമ്പോൾ 100% സത്യമായിരിക്കണമല്ലോ ഞാൻ പറയേണ്ടത്. അതെ 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 അതെ, അത് ശരിയാണ്. പറഞ്ഞു വരുമ്പോ നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള വക്കീലന്മാരെ പോലെ LLB ഒക്കെ പാസ്സായിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പക്ഷേ LLB പാസ്സായത് കൊണ്ട് മാത്രം ഒരാൾ നല്ല വക്കീലാവണം എന്നില്ലല്ലോ സാറേ. സാർ, ഞാൻ വളരെ മാന്യനും സത്യസന്ധനുമായ ഒരു വില്ലേജ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ കേസൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വക്കീൽ ഓഫീസോ കോടതിയായിട്ടൊന്നും എനിക്ക് വലിയ ബന്ധവും ഇല്ല. അവർക്ക് ചില കേസൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ ഉള്ളതുപോലെ പറയാലോ സാർ, എനിക്ക് അതിൽ വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ സാറേ, സത്യം പറയാലോ, എനിക്കൊരു കേസുണ്ടായാൽ ഉള്ളത് പറയാലോ സാറേ. ഞാനത് ഏൽപ്പിക്കില്ല. അയ്യോ, നമ്മൾ ജയിക്കാനാണല്ലോ സാർ കേസ് വാദിക്കുന്നത്. അതുകൊണ്ട് 100% വിശ്വാസമുള്ളൊരു വക്കീലിനെ ഞാൻ കേസ് ഏൽപ്പിക്കും. ഞാൻ ഈ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, എന്നെ കെ മോഹനകൃഷ്ണന് വിശ്വാസമുള്ളതാണല്ലോ സാർ എന്നെ തന്നെ വിളിച്ചു ചോദിച്ചത്. അപ്പോ ആ വിശ്വാസം അതിൻ്റെതായ രീതിയിൽ ഞാൻ സൂക്ഷിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞതേ ഉള്ളൂ. അതിപ്പോ നാട്ടുകാർ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ ശരിയെന്ന് സാറ് തീരുമാനിച്ചോളൂ. അപ്പൊ ശരി, വളരെ സന്തോഷമുണ്ട് സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞാല്. ഏതൊരു KK പ്രഭാകരൻ, വലിയ ബിസിനസ്സുകാരെന്നാ പറഞ്ഞേ. മോനട്ടാ, ഈ പ്രഭാകർ സാർ ആരാണെന്ന് മോനട്ടർ അറിയോ? KK ബിസിനസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗണിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരാ. അതുകൊണ്ട് പ്രഭാകർ സാറിന് ഒരു വളരെ പ്രധാനപ്പെട്ട കേസുണ്ട്. ഏത് വക്കീലിനാണ് ഏൽപ്പിക്കേണ്ടതെന്ന് അന്വേഷിച്ചപ്പോ പലരും എന്റെ പേരാണ് പറഞ്ഞത്. ഇന്നലെ ഉത്തമനെ കണ്ടപ്പോൾ അക്കാര്യം പ്രഭാകർ സാർ പറയുകയും ചെയ്തെന്ന് ഉത്തമൻ എന്നോട് പറഞ്ഞു. എന്നോട് സംസാരിക്കാൻ വേണ്ടിട്ടാണ് പ്രഭാകർ സാർ വിളിച്ചത്. എന്നിട്ട് എന്താ മോനോട്ട് എനിക്ക് ആ ഫോൺ തരാതിരുന്നത്? നിന്നോട് സംസാരിക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. എന്നോട് ചോദിച്ചു വില്ലേജ് ഓഫീസർ അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു അതെ. അപ്പോ അദ്ദേഹം കാര്യം പറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം, ഈ സത്യഭാമയെ വിശ്വസിച്ച് കേസ് ഏൽപ്പിക്കാമോ? ആള് മിടുക്കിയാണല്ലോ എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു
എനിക്കറിയില്ല. അതെന്താ മോഹനേട്ടൻ അറിയാത്തത്? ഞാൻ നല്ല സാമർത്ഥ്യമുള്ള വക്കീലാണ്, നീ നാട്ടുകാർക്ക് മുഴുവൻ അറിയാലോ. പക്ഷെ നാട്ടുകാർ പറയുന്നത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും ബാമേ? നീ അതിസമർത്ഥയായ ഒരു വക്കീലാണെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം എന്റെ ഏതെങ്കിലും കേസ് നീ വാദിച്ച് ജയിച്ചിട്ടുണ്ടോ? ഓ, നീ ഏതെങ്കിലും കേസ് വാദിച്ച് ജയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ കേസ് വാദിച്ചുകൊണ്ട് വരുന്ന ഫീസ് മോഹനേട്ടൻ കൈനീട്ടി വാങ്ങാറില്ലേ? ഫീസ് കേസ് തോറ്റാലും കിട്ടുമല്ലോ. ജയിച്ചാലേ ഫീസ് കിട്ടുന്ന ആര് പറഞ്ഞു? ഇത് മോശം മോഹനേട്ടാ. നീ ഒരു കൊള്ളില്ലാത്ത വക്കീലാണ് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നീ LLB പാസ്സാന്ന് ഞാൻ പറഞ്ഞല്ലോ. LLB പാസ്സാതെ കോടതി പോകാൻ പറ്റുമോ? അതുകൊണ്ട് അതെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വേറെ ഒന്നും എനിക്ക് ഉറപ്പില്ലേ. ഉറപ്പില്ലാത്ത കാര്യങ്ങൾ കെ മോഹനൻ സാർ പറയുകയില്ല. ഇപ്പൊ മോഹനേട്ടനെ കാണിച്ച ഭയങ്കര കഷ്ടാട്ടോ. പ്രഭാര സാറിനെ പോലെ ഒരാളുടെ കേസ് കിട്ടാന്ന് പറയുന്നത് ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യ. എനിക്ക് വന്ന മഹാഭാഗ്യ മോഹനേട്ടൻ തട്ടിക്കളഞ്ഞത്. ഒരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന പേരുണ്ടാക്കാൻ വലിയ പാടാണ്. കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ ആ സത്പേരാണ് കുറച്ച് മുൻപേ നീ ഇല്ലാതാക്കിയത്. അപ്പൊ മോഹനേട്ടൻ പ്രതികാരം ചെയ്തതാണല്ലേ? അല്ല, നീ എന്നോട് പെരുമാറിയതുപോലെ ഞാൻ തിരിച്ചും പെരുമാറി. അങ്ങനെയല്ലേ വേണ്ടത്? എന്നാൽ ഇത് കുറച്ച് കടന്നുപോയി മോഹനേട്ട. ലോകത്ത് ഒരു ഭർത്താവ് ഇങ്ങനെ ചെയ്യില്ല. ഞാനായതുകൊണ്ട് ഇത്രേ ചെയ്തുള്ളൂ. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ നീ ദാസപ്പനോട് പറഞ്ഞ വർത്താനം കേട്ടോ അട്ടച്ചതിന്റെ പല്ല് താഴ്ത്തണേ. ആയിരുന്നു നോക്ക്. എനിക്ക് ആഫീസ് പോകുന്ന സമയമായി. അയ്യടാ, എനിക്ക് മനസ്സില്ല. ഇനി മേലെ മോഹനോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ അനുസരിക്കില്ല. നമസ്കാരം സാർ. നമസ്കാരം. എന്താ കാര്യം? സാറിന് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ 2 ദിവസം വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. വില്ലേജ് ഓഫീസ് നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ വരുന്ന എല്ലാവരുടെയും മുഖം ഓർത്തു വെക്കുക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്താ താങ്കളുടെ പേര്? ദാസപ്പൻ. ഒരു വസ്തു പോക്കുവരവ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു, കമ്പോള വിലയെ താഴ്ത്തി രജിസ്റ്റർ ചെയ്ത ആധാരം പോക്കുവരവ് ചെയ്യാൻ പറ്റില്ല എന്ന്. അത് വാസ്തവമാണ്. അങ്ങനെ ചെയ്യാൻ നിയമമില്ല. അറിയാം. അതുകൊണ്ടാ ഞാൻ സാറിനെ കാണാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിരുന്ന കാര്യം? ഇത് എന്റെ വീടാണ്. ഇവിടെ ഞാൻ ആഫീസ് കാര്യങ്ങൾ കേൾക്കാറില്ല. അല്ല സാർ, ഇതിനു മുമ്പ് ഞാൻ പല വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലൊക്കെ പല കാര്യങ്ങളും സാധിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ആ രീതിയൊക്കെ എനിക്കറിയാം. എനിക്കിപ്പോ ആ പോക്കൊരോ നടന്നേ പറ്റൂ. എന്താ വേണ്ടെന്ന് സാറ് പറഞ്ഞാ മതി. മനസ്സിലായില്ല. സാറിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാൻ തയ്യാറാണ്. നിങ്ങളാള് കൊള്ളാലോ. മാന്യ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കയറി വന്ന് കൈക്കൂലി കൊടുക്കാൻ നോക്കുന്നോ? നിങ്ങൾക്കേ മോഹനേട്ടന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അടിച്ച് പല താഴിട്ട് കളയും. സാറിന്റെ ഭാര്യയില്ലേ? ആണെങ്കിൽ നിങ്ങളല്ലേ പറഞ്ഞത് കൈക്കൂലി കൊടുത്തോളാൻ? ഞാൻ എന്തിനത് പറഞ്ഞു എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി രണ്ടെണ്ണം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്താനായി ഞാൻ അങ്ങനെ പറഞ്ഞതാ. നിങ്ങൾ എന്താണ് എന്റെ മോഹനേട്ടനെ പറ്റി കരുതിയിരിക്കുന്നത്? കേരളത്തിലെ സർക്കാർ സർവീസിൽ ഇത്ര സത്യസന്ധനായ വേറെ ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം മോഹനയുടെ കൈക്കൂലി വാങ്ങിയോ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുകയോ ചെയ്യാത്ത ഒരാളാണെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് അറിഞ്ഞോളല്ലേ അറിയാത്തവനാണല്ലോ ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയത്. മേലിൽ ഇത്തരം അഭ്യാസങ്ങൾ ആരും കൊണ്ട് വരരുത്. വന്നാൽ അകത്തു. എന്നാലും ഇങ്ങനൊരു രോഗം വേണ്ടായിരുന്നു. ഇത് വലിയ ചതിയായി പോയി. എന്ത് ചതി? സത്യം പറഞ്ഞ ഞാൻ ഇടപെട്ടത് കൊണ്ടേ ഇത് ഇവിടെ കൊണ്ട് തീർന്നു. ഇല്ലായിരുന്നു നിങ്ങൾ തല്ലും കൊണ്ടനെ ലോകപ്പിലും ആയനെ. ഇനി മേലിൽ കൈക്കൂലി കൈക്കൂലി എന്ന് പറഞ്ഞ് ഈ ഭാഗത്ത് പോലും കണ്ടുപോരുത്. മോഹനേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ തീർന്നില്ലേ? ഞാൻ കാരണം പോയി എന്ന് പറഞ്ഞ മോഹനേട്ടന്റെ സൽപ്പേര് തിരിച്ചു കിട്ടുകയും ചെയ്തു.
മോഹനേട്ടൻ കൈക്കൂലി വാങ്ങുമെന്ന് ഇനി ദാസപ്പൻ ആരോട് പറയുകയില്ല. അതെ. പക്ഷെ മോഹനേട്ടൻ കാരണം പോയി എന്റെ അന്തസ് എങ്ങനെ തിരിച്ചു കിട്ടും മോനേട്ടാ? അത് എന്റെ കുറ്റമല്ലല്ലോ. പിന്നെ ആണോട്ടാ മോനേട്ടാ? നമ്മൾ തമ്മിലുണ്ടായ തർക്കത്തിന്റെ പേരിൽ ഞാനൊരു നേരം പോക്ക് കാണിച്ചെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അതുകൊണ്ട് മോഹനേട്ടൻ ഒരു ദോഷവും ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. മോഹനേട്ടൻ കൈക്കൂലിക്കാരനാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൈക്കൂലി കൊണ്ടുവരുമ്പോ അത് തെറ്റാണെന്ന് അയാൾക്ക് മനസ്സിലാവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തമാശ കാണിച്ചത്. പക്ഷെ മോഹനേട്ടൻ തിരിച്ചു കാണിച്ച ആ തമാശ അന്യായമായി പോയി മോഹനേട്ടാ. ഒരു കക്ഷി വക്കീലിനെ തീരുമാനിക്കുന്നതിന് മുന്നേ വക്കീലിനെ പറ്റി അന്വേഷിക്കുക എന്നുള്ളത് സാധാരണയാ. അപ്പോൾ വക്കീലിന് കഴിവില്ലാന്ന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കേൾക്കില്ലേ? കേസ് അടുത്ത നിമിഷം വേറെ വക്കീല് പോ. മോഹനേട്ടാ, ഞാൻ പറഞ്ഞ തമാശ തിരുത്താൻ പറ്റുന്നായിരുന്നു. പക്ഷെ മോഹനേട്ടൻ എനിക്ക് വന്ന ഒരു നന്മ ഇല്ലാതാക്കി. ഞാൻ നിനക്ക് നന്മ വേണ്ടത് മനഃപൂർവ്വം ചിന്തിച്ചു കൂട്ടിയൊന്നുമല്ല. നീ എന്നെ കളിയാക്കി, ഞാൻ തിരിച്ചു കളിയാക്കി. ആരെ കുട്ടികളെ എന്തായാലും ഈ പ്രഭാകരൻ സാറിന്റെ കേസ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ കേസൊന്നും അല്ലല്ലോ. കേസ് ഇനി വരും, വലിയ കേസ് വരും. നീ കേട്ടിട്ടില്ലേ ഭാമേ, സംഭവിക്കുന്ന എല്ലാം നല്ലതിനാണ്. അതെ, ഇനി അങ്ങോട്ട് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. കുറച്ചു മുന്നേ മോഹനേട്ടൻ എന്നോട് പറഞ്ഞില്ലേ ഇവിടുന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കില്ല എന്ന്. ഇപ്പൊ ഞാൻ പറയുന്നു, മോഹനേട്ടൻ കഴിക്കാൻ ഞാനായിട്ടൊന്നും ഉണ്ടാക്കില്ല എന്ന്. അതൊന്നും ന്യായം. അതാണല്ലോ മോഹനേട്ടന്റെ ന്യായം. മോഹനേട്ടാ, ഞാൻ മോഹനേട്ടനോട് ചെയ്ത പോലെ മോഹനേട്ടൻ തിരിച്ചു ചെയ്യുമെന്ന്. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. മോഹനേട്ടൻ എനിക്കൊന്നും കഴിക്കാൻ ഉണ്ടാക്കി തരാറില്ലാത്തതുകൊണ്ട് ഞാനും മോഹനേട്ടനൊന്നും ഉണ്ടാക്കി തരേണ്ട കാര്യമില്ലല്ലോ. ഇനി ഈ വീട്ടിൽ ആ ഒരു നിയമമേ ഉണ്ടാകൂ. നമുക്ക് നോക്കാം ആരാ ജയിക്കുന്നെന്ന്. ഗുഡ് മോർണിംഗ്. അഡ്വക്കേറ്റ് സത്യഭാമയല്ലേ? അതെ, എനിക്കങ്ങ് മനസ്സിലായില്ല. എന്റെ പേര് പ്രഭാകരൻ. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ സത്യഭാമയെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ്. അല്ല സാർ, വരൂ, അകത്തിരിക്കാം. വേണ്ട, ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന്. എങ്കിലും സത്യഭാമയെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാന്ന് വിചാരിച്ചു. ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട കേസുകളുണ്ട് എനിക്ക്. എന്റെ കേസുകൾ സ്ഥിരമായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അഡ്വക്കേറ്റ് സുരേന്ദ്രനാണ്. പുള്ളിക്കാരന് ഇപ്പോൾ ഹൈക്കോടതിയിൽ തിരക്കായതുകൊണ്ട് എനിക്ക് വേറൊരാളെ കണ്ടുപിടിച്ചേ പറ്റൂ. പലരോടും സംസാരിച്ചപ്പോ സത്യഭാമയുടെ കാര്യം പറഞ്ഞു. ഇന്നലെ യാദൃശികമായി ഉത്തമനെ കണ്ടപ്പോ ഉത്തമനും സത്യഭാമയെ പറ്റി നല്ലത് പറഞ്ഞു. പിന്നെ ഇന്നലെ തന്നെ സത്യഭാമയെ വിളിച്ചു സംസാരിക്കണമെന്ന് വിചാരിച്ചതാ. സാറ് കുറച്ചു മുന്നേ ഇങ്ങോട്ട് വിളിച്ചിരുന്നല്ലേ? മോഹനേഷനാ ഫോൺ എടുത്തത്. എനിക്ക് മോഹനേഷനെ നേരത്തെ അറിയാം. പുള്ളിക്കാരന്റെ ഒരു സ്വഭാവം വെച്ച് ആരെ പറ്റിയും വെറുതെ അങ്ങനെ പുകഴ്ത്തി പറയില്ലല്ലോ. അതിപ്പോ സ്വന്തം ഭാര്യ ആയ പോലും. മോഹനേഷൻ പറയുന്നത് ധൈര്യമായിട്ട് അങ്ങ് വിശ്വസിക്കാം. പിന്നെ എന്നെ പറ്റിയും മോഹനേഷന് വലിയ അഭിമാനമാണെന്ന് സംസാരം കേട്ടപ്പോഴേ മനസ്സിലായി. ഞാനിതുവഴി പോകുന്നു പറഞ്ഞപ്പോ മോഹനേഷ പറഞ്ഞത് ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന്. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. വന്നു, കണ്ടു, പരിചയപ്പെട്ടു. ഇനിയുള്ള കാര്യങ്ങൾ വക്കീൽ ഓഫീസിൽ വെച്ച് സംസാരിക്കാം. നാളെ മറ്റന്നാളോ ഒന്ന് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്താ അതുപോലെ? അത് മതി സാർ. പിന്നെ ഈ തിരക്കുള്ളതുകൊണ്ടാ ഞാൻ കയറാതെ പോകുന്നത്. വേറൊന്നും വിചാരിക്കരുത്. താൻ എവിടെയെന്ന് ഞാനിപ്പോ ആലോചിക്കായിരുന്നു. എന്താ സുഖമല്ലേ മോനേഷ്ണ? അതെ, സുഖായിരിക്കും സാർ. എനിക്ക് വില്ലേജ് ഓഫീസിലോട്ട് വരേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് വരും. ദേ ഒന്ന് സഹായിക്കണേ. ഈ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. നിയമപരമല്ലാത്ത ഒരു സഹായവും ചെയ്യില്ല എന്നല്ലേ? ദേ ഉള്ളത് പറയാലോ സത്യഭാമേ, ഇത്രയും സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ നമ്മുടെ നാട്ടിൽ ഇനി വേറെ കാണില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ആരാധകനാണ്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ. ഓ ശരി സാർ. ശരി. എന്താ നോക്കുന്നേ?
മോഹനയുടെ ശരിക്ക് എന്താണ് ഫോണിൽ പറഞ്ഞത്? പ്രഭാകരൻ സാറിനോട് ഫോണിൽ പറയാനുള്ളത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത ശേഷമാണ് നീ വരുന്നത് കണ്ടത്. അപ്പൊ തോന്നി നിന്നെ അങ്ങനെ അങ്ങ് വെറുതെ വിട്ടാ പറ്റില്ലല്ലോ എന്ന്. ദാസപ്പനോട് നീ പറഞ്ഞതിന് പ്രതികാരം ചെയ്യണ്ടേ? അതുകൊണ്ട് നിന്നെ പറ്റി വായി വരുന്നതൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു. കേൾക്കാൻ അപ്പുറത്ത് ആരുമില്ലായിരുന്നു മാത്രം. കൊള്ളാലോ. കുറച്ചു മുമ്പ് നീ എന്താ ചോദിച്ചത്? ദാസപ്പന്റെ അടുത്ത് നീ എന്നെ പറ്റി അനാവശ്യം പറഞ്ഞതിന്റെ പരിഹാരം നീ തന്നെ കണ്ടു. ഞാൻ പ്രഭാകരൻ സാറിന്റെ അടുത്ത് നിന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞതിന്റെ പരിഹാരം ഞാൻ എങ്ങനെ കാണും എന്ന്. ഞാൻ പ്രഭാകരൻ സാറിന്റെ അടുത്ത് അനാവശ്യം പറഞ്ഞില്ലല്ലോ, പിന്നെന്തിനാ പരിഹാരം കാണുന്നത്? മോഹനേട്ടൻ ഇത്ര ഭയങ്കര നടനാന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു മോഹനേട്ടാ. ഞാൻ ശരിക്കും വിശ്വസിച്ചു പോയി. കഴിഞ്ഞ ദിവസം കൂടി നീ പറഞ്ഞല്ലോ ഞാൻ അഭിനയിച്ച് ഓവറാക്കിയെന്ന്. ഇപ്പോഴോ? ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിരുന്നു. മോഹനേട്ടൻ ഒരു ഭയങ്കര സംഭവം തന്നെയല്ലേ? ഒരു മത്സരമാവുമ്പോൾ പരസ്പരം തോൽപ്പിക്കാൻ നോക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ മത്സരം നടക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലാകുമ്പോൾ എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കുന്നത് ശരിയല്ല. ആ പക്വത മോഹനകൃഷ്ണൻ കാണിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തി ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.